പ്രിയ വിദ്യാർത്ഥികളെ, +1 കമ്പ്യൂട്ടർ സയൻസ് പരീക്ഷയ്ക്ക് എളുപ്പമെന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ പെട്ടെന്ന് പഠിക്കുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പറയുന്നത്. 9ാമത്തെ ചാപ്റ്റർ സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ആൻഡ് IO ഫങ്ഷൻസ്. നമ്മൾ സ്ട്രിങ് എന്താണെന്ന് നേരത്തെ പഠിച്ചിട്ടുണ്ട്. സ്ട്രിങ് എനിത്തിങ് ദാറ്റ് ബി റിട്ടൺ ഇൻ ഡബിൾ കോഡ്സ് ഇസ് നോൺ ആസ് എ സ്ട്രിങ്. ഏതെങ്കിലും ഒരു വാക്കോ ഇൻറ്റിജറോ മറ്റെന്തെങ്കിലും ഡബിൾ കോഡ്സിനകത്ത് എഴുതുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നത്. അത് നമുക്ക് അറേയുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റും? ക്യാർ മൈ നെയിം ഈക്വൽസ് 10. ഒരു അറയാണ്. മൈ നെയിം എന്ന് പറയുന്ന ഒരു അറയാണ്. അതിനകത്തിൽ 0 മുതൽ 9 വരെയുള്ള 10 പേരുകളെ സ്റ്റോർ ചെയ്യാൻ ഉള്ള ഒരു അറയാണ് ഈ ഡിക്ലറിങ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ് അറ എന്താണെന്ന്. ഇനി നമുക്ക് ഇതിനെ വേറൊരു രീതിയിൽ നമുക്കൊന്ന് നോക്കാം. ഇതാ ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടോ? ക്യാർ മൈ നെയിം 10 ഈക്വൽസ് കേളി ബ്രാക്കറ്റ് ഇട്ടിട്ട് ഓരോ വാക്കും സിംഗിൾ ഇൻവെർട്ട് കോമയിൽ ഇട്ടിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ. ഇതും ഒരു തരത്തിൽ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. അറേ ഇനിഷ്യലൈസേഷൻ മെത്തേഡാണ് എഴുതിയിരിക്കുന്നത്. അറേ ഇനിഷ്യലൈസേഷൻ മെത്തേഡാണിത്. ഫോർ ലൂപ്പിനകത്ത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അറേ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത് നമ്മുടെ കൊടുത്തിരിക്കുന്നു. ഫോർ ഇൻ n = 0, i <= 6, i++ സീൻ മൈ നെയിം. ഇത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഒരു ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അറയുടെ പേര് മൈ നെയിം എന്നാണ്. നിഖിത് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് അറയുടെ പേര് ഇവിടെ ഉണ്ട്. അറയിൽ ഓരോ എലമെൻറ്റ്സ് ഉണ്ട്. അറയുടെ സബ്സ്ക്രിപ്റ്റ് 0 മുതൽ 9 വരെയുള്ള 10 മെമ്മറി ലൊക്കേഷൻസ് ഇവിടെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം മൈ നെയിം ബ്രാക്കറ്റിൽ 10 എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. 10 മെമ്മറി സ്പേസ് അങ്ങ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇനി ഇൻപുട്ട് സ്ട്രിങ് ആൻഡ് ഡിസ്പ്ലേ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ എല്ലാ പ്രോഗ്രാമിലും എഴുതുന്ന പോലെ തന്നെ ഹാഷിങ്ങിലൂടെയൊക്കെ അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. മാറ്റങ്ങളൊന്നുമില്ല. ഇൻറ്റ് മെയിൻ ക്യാർ മൈ നെയിം, ഇവിടെ അറയുടെ പേര് മൈ നെയിം എന്നാണ്. എൻ്റർ യുവർ നെയിം, അത് മൈ നെയിമിൽ സ്റ്റോർ ചെയ്തു. എന്നിട്ട് ഹലോ മൈ നെയിം, എന്നിട്ട് പേര് എൻ്റർ ചെയ്യുന്നു. എൻ്റർ യുവർ നെയിം നിഖിത്. കാരണം ഇവിടെ അറയായിട്ടാണ് മൈ നെയിം സ്റ്റോർ ചെയ്തത്. അതുകൊണ്ടാണ് ഇവിടെ ഈ പേര് നമുക്ക് റീഡ് ചെയ്യാനായിട്ട് സാധിച്ചത്. മെമ്മറി അലോക്കേഷൻ ഫോർ സ്ട്രിങ്. ഇവിടെ നിന്നൊരു ചോദ്യം സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ ലാസ്റ്റ് ക്യാരക്ടർ ഓഫ് ആൻ അറേ? നമ്മളിപ്പോൾ നിഖിത് എന്നൊരു വാക്ക് എഴുതിയാലും അത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുമ്പോൾ അതിനൊരു എക്സ്ട്രാ സ്പേസ് കൂടെ ആവശ്യമായിട്ടുണ്ട്. ആ എക്സ്ട്രാ സ്പേസ് എന്തിനാണെന്ന് വെച്ചാൽ ഒരു നൾ ക്യാരക്ടർ അല്ലെങ്കിൽ /0 സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അത് പരീക്ഷയ്ക്ക് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ ലാസ്റ്റ് ക്യാരക്ടർ ഓഫ് എ സ്ട്രിങ്? ദറ്റ് ഈസ് ഓൾവേസ് /0. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് നൾ ക്യാരക്ടർ. അത് ഓർത്ത് വെച്ചേക്കുക. ഈ ഭാഗത്തു നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഓൺ സ്ട്രിങ്. നമുക്ക് ഒരു സ്ട്രിങ്ങിനകത്തിൽ എന്തൊക്കെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് നടത്താം എന്നുള്ളതാണ്. ഇവിടെ നമുക്കൊരു ഗെറ്റ്സ് ഫംഗ്ഷൻ വളരെ പ്രാധാന്യമുള്ളതാണ്. അതിനുപയോഗിക്കുന്നതാണ് ഗെറ്റ്സ് ക്യാരക്ടർ അറേ നെയിം എന്ന് കൊടുത്താൽ നമുക്ക് അറേ റീഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നോക്കി ഇൻപുട്ട് എ സ്ട്രിങ് ആൻഡ് കൗണ്ട് ദ വവൽസ് ഇൻ ദ സ്ട്രിങ്. നമ്മൾ സാധാരണ പ്രോഗ്രാം എഴുതുന്ന പോലെ എഴുതിയിട്ടുണ്ട്. CSTDIO എന്ന് പറയുന്നൊരു പുതിയൊരു ഹെഡർ ഫയലുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഗെറ്റ്സ് ഫംഗ്ഷൻ ഇവിടെ ഉപയോഗിക്കുമ്പോൾ അത് എഴുതുന്നതിന് വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് CSTDIO. എന്നിട്ട് സാധാരണ നമ്മൾ എഴുതുന്ന പോലെ STR ഇസ് ദ അറേ നെയിം, എൻ്റർ ദ സ്ട്രിങ് ഗെറ്റ് STR. ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്ട്രിങ്ങിനെ റീഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഗെറ്റ്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഗെറ്റ് സ്ട്രിങ്, അതാണ് ഗെറ്റ്സ്. ഇവിടെ എന്നിട്ട് ഇതിൻ്റെ ഒരു ഫോർ ലൂപ്പ് കൊടുത്തിരിക്കുന്നു. അതിനാട്ടിൽ നമ്മൾ റീഡ് ചെയ്ത സ്ട്രിങ് ഓഫ് അറയിലെ ഓരോന്നും എടുക്കുന്നു സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ട്. അത് A ആണെങ്കിൽ, E ആണെങ്കിൽ, I ആണെങ്കിൽ, O ആണെങ്കിൽ, U ആണെങ്കിൽ വൗ ++ എന്ന് പറഞ്ഞാൽ എത്ര കൗണ്ട് ഉണ്ട് ഇതിനകത്തിൽ, വവൽസ് എത്ര കൗണ്ട് ഉണ്ടെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. എന്നിട്ട് നമ്പർ ഓഫ് വവൽസ് ഇൻ ദ സ്ട്രിങ് STR ഈസ് വൗ എന്ന് കൊടുക്കുമ്പോൾ അതിന് ഉത്തരം വൗവിൽ വരും. എത്ര എണ്ണം നമ്മൾ കൊടുക്കുന്ന സ്ട്രിങ്ങിനകത്ത് എത്ര എണ്ണം വവൽസ് ഉണ്ടെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പ്രോഗ്രാം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതുപോലെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട് പുട്സ്. ഇപ്പോൾ ഇത് ഗെറ്റ്സ് റീഡ് ചെയ്യാനാണെങ്കിൽ പുട്സ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ നേരെ പുട്സ് സ്ട്രിങ് ഡേറ്റ എന്നാണ് അതിൻ്റെ സിൻറ്റാക്സ്. ഇതവിടെ എക്സാമ്പിൾ ഇരിക്കുന്നു. ക്യാർ STR of 10 ഫ്രണ്ട്സ് എന്ന് എൻ്റർ ചെയ്തിരിക്കുന്നു. പുട്സ് ഹലോ പുട്സ് STR. അപ്പോൾ ഇതിനകത്തിൽ ഹലോ എന്ന് പറയുന്നത് പുട്സാണ്. പുട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ Cout ഈക്വലൻ്റ് ആണ്. അത് ഡിസ്പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് പുട്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കേണ്ടത് കൺസോൾ ഫങ്ഷൻസ് ഫോർ ക്യാരക്ടർ IO. കുറേ ഫങ്ഷൻസാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ക്യാരക്ടർ IO ഫങ്ഷൻസ്. അതിനൊക്കെ ഒരു ഹെഡർ ഫയൽ CSTD, അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഡാഷ് ഇസ് ദ ഹെഡർ ഫയൽ യൂസ് ടു
used for a character or console functions. അപ്പോൾ CSTDIO. ഒന്നാമത്തെ ഗെറ്റ് ക്യാർ എന്ന് പറയുമ്പോൾ ദിസ് ഫംഗ്ഷൻ റിട്ടേൺസ് എ ക്യാരക്ടർ ദറ്റ് ഈസ് ഇൻപുട്ട് ത്രൂ ദ കീബോർഡ്. റിട്ടേൺസ് എ ക്യാരക്ടർ, ഒരക്ഷരത്തെ ഇൻപുട്ടിലൂടെ കീബോർഡിലൂടെ ഇൻപുട്ട് ചെയ്യുന്ന ഒരു അക്ഷരത്തെ റീഡ് ചെയ്യാൻ വേണ്ടിയാണത്. ഉദാഹരണം ക്യാർ CH ഈക്വൽസ് ഗെറ്റ് ക്യാർ. അതിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് പുട്ട് ക്യാർ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് പുട്ട് ക്യാർ CH ഈക്വൽ ടു B, എന്നിട്ട് പുട്ട് ക്യാർ CH എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേ B ഓൺ ദ സ്ക്രീൻ. പുട്ട് ക്യാർ C എന്ന് സിംഗിൾ ഇൻപുട്ടുമായി കൊടുത്തിരിക്കുന്നു, ഡിസ്പ്ലേ C ഓൺ ദ സ്ക്രീൻ. പുട്ട് ക്യാർ 97 എന്ന് കൊടുത്തിരിക്കുന്നു, അപ്പോൾ അതിൻ്റെ ആസ്കി വാല്യൂ എയുടെ സ്മോൾ ലെറ്റർ എയുടെ ആസ്കി വാല്യൂ ആണ് 97, അപ്പോൾ സ്മോൾ ലെറ്റർ എ ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പോൾ പുട്ട്സ് എന്ന് പറഞ്ഞാൽ പുട്ട് ക്യാർ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ എ ക്യാരക്ടർ. അതിനുള്ളൊരു പ്രോഗ്രാമുണ്ട്, അത് നോക്കിയാൽ മതി. ഇനി കുറേ സ്ട്രീം ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് ഉണ്ട്. സ്ട്രീം ഇൻപുട്ട് ഫംഗ്ഷൻസ് ഒന്നാമത്തെ ഇൻപുട്ടാണ് ഗെറ്റ് ആൻഡ് ഗെറ്റ് ലൈൻ. സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രീം എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് എന്നാണ് സ്ട്രീം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളിവിടെ അതിനുപയോഗിക്കുന്നത് നമുക്ക് സീൻ ഡോട്ട് ഗെറ്റ് അല്ലെങ്കിൽ സീൻ ഡോട്ട് ഗെറ്റ് ലൈൻ, അതിനെ പീരീഡ് സിമ്പിൾസ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഡോട്ട് ഓപ്പറേറ്റർ എന്ന് പറയും. യൂസ്ഡ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആൻഡ് സീൻ ഫംഗ്ഷൻ. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടാണ് അത് റീഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഗെറ്റ് ഫംഗ്ഷൻ, ഇറ്റ് ക്യാൻ അക്സെപ്റ്റ് എ സിംഗിൾ ക്യാരക്ടർ ഓർ മൾട്ടിപ്പിൾ ക്യാരക്ടർ ത്രൂ ദി കീബോർഡ്. സിംഗിൾ ക്യാരക്ടറോ മൾട്ടിപ്പിൾ ക്യാരക്ടറോ ആണെങ്കിൽ റീഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഗെറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഗെറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് അക്സെപ്റ്റ്സ് എ സ്ട്രിങ് ത്രൂ ദ കീബോർഡ്. ഒരു സ്ട്രിങ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് മാത്രം റീഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഗെറ്റ് ലൈൻ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ആ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്കത് കൃത്യമായ രീതിയിൽ മനസ്സിലാകും, ഗെറ്റും ഗെറ്റ് ലൈനും. ഔട്ട്പുട്ട് ഫംഗ്ഷൻ ഉണ്ട് ഇതുപോലെ, പുട്ടും റൈറ്റും. ശ്രദ്ധിക്കുക, ഇവിടെ പുട്ടും പുട്ട് ലൈനും അല്ല, പുട്ടും റൈറ്റും. പുട്ട് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ എ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് ഓർ ദി കണ്ടൻറ്റ് ഓഫ് ദി ക്യാരക്ടർ വേരിയബിൾ ഗിവൺ ഓൺ ദി ആർഗ്യുമെൻറ്റ്. ഒരു ക്യാരക്ടറിനെയോ അല്ലെങ്കിൽ കണ്ടൻറ്റിനെയോ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയാണ് പുട്ട്. എന്നാൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ ദിസ് ഫംഗ്ഷൻ ഡിസ്പ്ലേസ് എ സ്ട്രിങ് കണ്ടെയ്ൻ ദ ആർഗ്യുമെൻറ്റ്. ഒരു സ്ട്രിങ്ങിനെ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയാണ്, പക്ഷേ അതിനകത്തിൻ്റെ ആർഗ്യുമെൻറ്റ് കാണണം എന്നുള്ളതാണ് റൈറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ റൈറ്റ് ഫംഗ്ഷൻ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയാൽ നിങ്ങൾക്ക് റൈറ്റ് ഫംഗ്ഷൻ മനസ്സിലാവും. എനിക്ക് ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കിയാൽ മതി നിങ്ങൾ. ഇതാണ് ഇതിനകത്തൊന്ന് പറയാനുള്ളത്. അപ്പം ഇതിനകത്തിൽ പ്രധാനമായിട്ടും വളരെ സിമ്പിളായിട്ടുണ്ട്. ഇനി നമുക്ക് ചോദിച്ച ചോദ്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സ്ട്രിംഗ് ഫംഗ്ഷൻ ഗെറ്റ് ക്യാർ ഈസ് ഡിഫൈൻഡ് ഇൻ ഡാഷ് ഹെഡർ ഫയൽ. മാർച്ച് 2020 ചോദിച്ചാണ്. അത് CSTDIO എന്നാണ് അറിയപ്പെടുന്നത്. CSTDIO. ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ പുട്ട് ആൻഡ് റൈറ്റ് ഫംഗ്ഷൻ. മാർച്ച് 2020 ചോദിച്ചാണ്. 3 മാർക്കാണ് ഉത്തരം. ബോത്ത് ഫംഗ്ഷൻസ് അലൗ എ സ്ട്രീം ഓഫ് ബൈറ്റ്സ് to flow from memory into an output object. The difference are put function used to display a character, whereas write function is used to display a string. Put function takes 1 argument, but write function needs 2 arguments. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. cout.put, cout.write കൊടുത്തിട്ടുണ്ട്. ജൂലൈ 2019 ചോദിച്ചാണ്. ഹൗ മെനി ബൈറ്റ്സ് ആർ റിക്വയർഡ് ടു സ്റ്റോർ ദ സ്ട്രിംഗ് ഹലോ വേൾഡ്. ജൂലൈ 2019 ചോദിച്ചാണ്. ആൻസർ 12 ആണ് ഉത്തരം. അത് എണ്ണി നോക്കിയാൽ മതി. H 1 2 3 4 5 6 7 8 9 10 11 12 12 ഇൻക്ലൂഡിങ് സ്പേസ് ആണ് കേട്ടോ. അങ്ങനെയാണ് 12 വന്നത്. നെയിം 2 ഇൻപുട്ട് സ്ട്രീം ഫംഗ്ഷൻസ് ഇൻ C++. ജൂലൈ 2019 ചോദിച്ചാണ്. അത് ഗെറ്റും ഗെറ്റ് ലൈനും. ജൂലൈ 2019 ചോദിച്ചാണ്. 3 മാർക്ക്. കൺസിഡർ ദ ഫോളോയിങ് ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. മൈ നെയിം തന്നിട്ട് നികിതം തന്നെ ചോദിച്ചേക്കുന്നു. റൈറ്റ് ദ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദി എബോവ് അറേ ഇൻ C++. അപ്പോൾ എങ്ങനെ എഴുതാം? ക്യാർ മൈ നെയിം ബ്രാക്കറ്റിൽ 10. Write the C++ statement to input the string welcome into the array. അപ്പോൾ സീൻ മൈ നെയിം. എന്നിട്ട് നെയിം ദ ഹെഡർ ഫയൽ റിക്വയർഡ് ഇഫ് ദ എലമെൻറ്റ്സ് ഓഫ് ദി അറേ ആർ ടു ബി പ്രിൻറ്റഡ് യൂസിങ് പുട്ട്സ് ഫംഗ്ഷൻ. CSTDIO. മാർച്ച് 2019 ചോദിച്ചിരിക്കുന്നു. ഡിഫറൻഷ്യേറ്റ് പുട്ട് ആൻഡ് റൈറ്റ് ഫംഗ്ഷൻ. ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടാണ്. പുട്ട് ഫംഗ്ഷൻ ഇസ് യൂസ് ടു ഡിസ്പ്ലേ എ ക്യാരക്ടർ, whereas write function is used to display a string. Put function take 1 argument, whereas write function needs 2 arguments. ആ കാര്യം ശ്രദ്ധിക്കുക. ജൂലൈ 2018 ചോദിച്ചാണ്. നെയിം ദ ക്യാരക്ടർ ഫംഗ്ഷൻ യൂസ് ടു അക്സെപ്റ്റ് എ സ്ട്രിംഗ് ഇൻക്ലൂഡിങ് വൈറ്റ് സ്പേസ്. ഉത്തരം ഗെറ്റ്സ് ആണ്. ജൂലൈ 2018 ചോദിച്ചു. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ക്യാർ നെയിം, സീൻ നെയിം, cout നെയിം. വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഇഫ് ദ ഇൻപുട്ട് സ്ട്രിംഗ് ഈസ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്? ജസ്റ്റ് യുവർ ആൻസർ. ഔട്ട്പുട്ട് വിൽ ബി ഗ്രീൻ for scene operator. White space is treated as separate operator. Thus green computing is treated as 2 data items. Out of which first data green is stored.
മാർച്ച് 2018 ചോദിച്ചു ഒരു മാർക്ക് വിച്ച് ക്യാരക്ടർ ഈസ് യൂസ് ടു ഡീലിമിറ്റ് ദ സ്ട്രിംഗ് ഇൻ മെമ്മറി /0 ഓർ നൾ ക്യാരക്ടർ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് പരീക്ഷയ്ക്ക്. മാർച്ച് 2018 ചോദിച്ചിരിക്കുന്നു ഡിസ്റ്റിങ്വിഷ് ദ മെമ്മറി അലോക്കേഷൻ ഓഫ് ദി ഫോളോയിങ് ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് char name of 10 equal Tom, char str equal Tom. The first statement 10 memory locations will be allocated and the string Tom will be stored in the last 6 bits will be left unused. ജൂലൈ 2017 ചോദിച്ചിരിക്കുന്നു കൺസിഡർ ദ ഫോളോയിങ് സിംപ്ലസ് സ്റ്റേറ്റ്മെൻറ്റ് char str cin str cout str what will be the output if the input is string is വന്ദേ മാതരം justify your answer. Output will be വന്ദേ കാരണം സ്പേസ് ഡീലിമിറ്റർ ആണ് സീൻ ഉപയോഗിക്കുമ്പോൾ അവിടെ വരെ എടുക്കുകയുള്ളത്. മാർച്ച് 2017 ചോദിച്ചിരിക്കുന്നു വാട്ട് ഈസ് അഡ്വാൻറ്റേജ് ഓഫ് ഗെറ്റ്സ് ഫംഗ്ഷൻ സി പ്രോസസ് യൂസിങ് ഇൻപുട്ട് സ്ട്രിംഗ് എക്സ്പ്ലെയിൻ. ഗെറ്റ്സ് ഫംഗ്ഷൻ is used to accept a string of characters including white space. Gets char array name. Write the declaration statement of a variable name in C++ to store a string of maximum length. 30. Differentiate between the statement scene name and gets name for reading data to the variable name. Char name 3. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. മാർച്ച് 2016 ചോദിച്ചിരിക്കുന്നു കൺസിഡർ ദ ഫോളോയിങ് സി പ്ലസ് സ്റ്റേറ്റ്മെൻറ്റ് char word, scene word, cout word, gets word, puts word. If the string ended is happy new year, predict the output and justify your answer. Output will be happy, then happy new year. അതിന് ഉത്തരം കൊടുത്തിട്ടുണ്ട്. സീൻ ഓപ്പറേറ്റർ ആണെങ്കിൽ സ്പേസ് വരെ എടുക്കത്തുള്ളൂ, എന്നാൽ ഗെറ്റ്സ് ആണെങ്കിൽ വൈറ്റ് സ്പേസ് ഉൾപ്പെടെ എടുക്കും. ജൂലൈ 2015 ചോദിച്ചിരിക്കുന്നു മൈ നെയിം ഈസ് എ വേരിയബിൾ കണ്ടെയ്നിങ് എ സ്ട്രിംഗ് വാട്ട് ടു ഡിഫറെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ടു ഡിസ്പ്ലേ ദ സ്ട്രിംഗ്. cout my name, puts my name. മാർച്ച് 2015 വീണ്ടും ചോദിച്ചിരിക്കുന്നു, അതേ ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇപ്രകാരം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. ഈ ചാപ്റ്ററിൽ നിന്നുള്ള മാർക്ക് വളരെ കുറച്ചേ ചോദിക്കത്തുള്ളെങ്കിലും അത് ചോദിക്കുന്ന ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. നന്നായിട്ട് പഠിക്കുക. ഈ വിവരങ്ങളൊക്കെ നിങ്ങൾ മറ്റുള്ള കുട്ടികളിലേക്കൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കാണും. ഓൾ പ്രസ് ചെയ്താൽ തുടർന്ന് വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.